നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. കനത്ത സുരക്ഷയൊരുക്കിയാണ് പ്രതിയെ കോടതിയിൽ എത്തിച്ചത്. തന്നെ എത്രയും വേഗം ശിക്ഷിക്കണമെന്ന് ചെന്താമര കോടതിയിൽ ആവശ്യപ്പെട്ടു. കൊല നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയെന്നും കൃത്യം നടപ്പാക്കിയതിന്റെ സന്തോഷത്തിലാണ് പ്രതിയെന്നും റിമാൻഡ് റിപ്പോർട്ട്. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് കിട്ടി. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നു. പ്രസാദ്, ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളാണ് കൂടുതൽ ഞെട്ടിക്കുന്നത്. ഈ കൊല നടത്തിയതിന്റെ സന്തോഷത്തിലാണ് ഇയാൾ ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കുറ്റബോധത്തിന്റെ ലെവലേശം ഇപ്പോഴും അയാളിലില്ല, ചെന്താമരയിൽ ഇല്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു വസ്തുത. ഈ റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, മറ്റു പരാമർശങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, റിമാൻഡ് റിപ്പോർട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഇയാളെ ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഉണ്ടായ നാടകീയ രംഗങ്ങൾ ആദ്യം പറയാം എന്ന് തോന്നുന്നു. കാരണം ഒരു കൂസലുമില്ലാതെ പ്രതിക്കൂട്ടിൽ കയറി നിന്ന ചെന്താമര തനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്നുള്ളത് ജഡ്ജിയോട് പറയുന്നു. എന്നിട്ട് അയാൾ പറയുന്നത്, എന്നെ വേഗം ശിക്ഷിച്ചോളൂ. ആ സമയത്ത് പോലും താൻ 2 പേരെ ജീവനെടുത്ത ഒരു സംഭവത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള പശ്ചാത്താപമോ കുറ്റബോധമോ ഇയാൾക്കുണ്ടായിരുന്നില്ല. 100 വർഷം വരെ എന്നെ ശിക്ഷിച്ചോളൂ, എനിക്ക് ഒരു പരാതിയുമില്ല, വേഗത്തിൽ എന്നെ ശിക്ഷിക്കണം എന്നുള്ളതാണ് ചെന്താമര പറഞ്ഞിട്ടുള്ളത്. അതിന് കാരണമായി പറയുന്നത്, ഈ 100 വർഷം വരെ ശിക്ഷിക്കണമെന്ന് ഇയാൾ പറയുന്നത്, എനിക്ക് എൻ്റെ മകൾ എഞ്ചിനീയറും മരുമകൻ ക്രൈംബ്രാഞ്ചിലുമാണ്, പോലീസിലുമാണ് ജോലി ചെയ്യുന്നത്. അവരുടെ മുമ്പിൽ എനിക്കിനി തല കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ എത്രയും വേഗം ശിക്ഷിക്കണം, ഒരു പരാതിയുമില്ല എന്ന് ആണ് ഇയാൾ പറഞ്ഞിരുന്നത്. പിന്നീട് റിമാൻഡ് റിപ്പോർട്ട് പരിശോധിച്ച ആസൂത്രിതമായ കൊലപാതകമാണ് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇയാൾ ഈ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് ഈ പോത്തുണ്ടിയിൽ താമസിച്ചിരുന്നത്. കൊലപാതകം നടത്തുന്നതിന് വേണ്ടി സുധാകരനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അതിനുവേണ്ടി മാത്രം കൊല ചെയ്യാൻ വേണ്ടി മാത്രം ഒരു കൊടുവാൾ എലവഞ്ചേരിയിൽ നിന്നും ഇയാൾ വാങ്ങി. ഈ കൊടുവാളിൽ മരപ്പിടി സ്വയം ഘടിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ പിടിയില്ലാത്ത ഒരു കൊടുവാളാണ് മേടിച്ചത്. എന്നിട്ട് അതിൽ ഈ മരപ്പിടി സ്വയം ഘടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കൊടുവാളായിരുന്നു. ഈ സംഭവ ദിവസം നടക്കുമ്പോൾ സുധാകരൻ വീട്ടിൽ നിന്ന് സ്കൂട്ടറിൽ പുറത്തേക്ക് വരുന്ന സമയത്ത് സ്കൂട്ടർ തടഞ്ഞു നിർത്തി വെട്ടി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. സുധാകരന്റെ കരച്ചിൽ കേട്ട് പുറത്തേക്ക് വന്ന അമ്മയെയും മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ച് അവരെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന് പറയുന്ന ഒരു കാര്യം, ഇയാളുടെ കുടുംബത്തിലെ അകറ്റാൻ കാരണമായിട്ടുള്ളത്, ഇയാളുടെ മകളും ഭാര്യയും ഒന്നും ഇയാളിൽ നിന്ന് അകലാൻ കാരണമായത് സുധാകരന്റെ കുടുംബമാണ്. അതിലുള്ള പകയാണ് ഈ കൊലപാതകത്തിന് കാരണമായിട്ട് പോലീസ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ആസൂത്രിതമായി നടന്നിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്നുള്ളത് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടും വ്യക്തമാക്കുന്നത്. അതിന് കൃത്യമായ ആസൂത്രണം അയാൾ നടത്തിയിരുന്നു. കത്തി പോലും അതിനുവേണ്ടി മാത്രം ഒരു കത്തി അതിനുവേണ്ടി മേടിച്ചു. അതിൽ തനിക്ക് സൗകര്യാർത്ഥം അതിന്റെ ആ പിടിയുടെ നീളത്തിന് തന്റെ സൗകര്യാർത്ഥമുള്ള ഒരു പിടി ഘടിപ്പിക്കാൻ വേണ്ടി, ആവശ്യാനുസരണമുള്ള പിടി ഘടിപ്പിക്കാൻ വേണ്ടിയുള്ള കത്തി കൂടിയാണ് മേടിച്ചിട്ടത്. അങ്ങനെ ആ സംഭവ ദിവസം തടഞ്ഞു നിർത്തി സുധാകരന്റെ അമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരു കൂസലും, ലക്ഷ്മി പറഞ്ഞതുപോലെ, കുറ്റബോധത്തിന്റെ ഒരു ലെവലേശം പോലും ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല. വളരെ അത്തരമൊരു പശ്ചാത്താപം പോലും ഉണ്ടാകാതെയാണ് ജഡ്ജിക്ക് മുമ്പാകെ വന്നത്. താൻ ചെയ്തൊരു കൃത്യം അത് ഒരു സന്തോഷം മുഖത്ത് കാണിച്ചുകൊണ്ട് തന്നെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, എന്നെ വേഗം ശിക്ഷിച്ചോളൂ, 100 വർഷം വരെ ശിക്ഷിച്ചോളൂ എന്നാണ് അയാൾ ജഡ്ജിയോട് ഒരു കൂസലുമില്ലാതെ പറഞ്ഞത്. പ്രസാദ്, മറ്റ് ആളുകളെയും ഇയാൾ കൊല്ലാൻ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളതാണ്. ഇയാൾക്കൊരു ഹിറ്റ് ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്ത് വരുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ ഇയാളുടെ മൊഴിയിൽ നിന്ന് കൂടുതലായി പുറത്തേക്ക് വരുന്നുണ്ടോ? റിമാൻഡ് റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചില്ല. അതിൽ ഒരു കാര്യമാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത്, അയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനായി കസ്റ്റഡിയിൽ വാങ്ങണം എന്നുള്ളതാണ് പറയുന്നത്. അത് 2 ദിവസം കഴിഞ്ഞ് വെള്ളിയാഴ്ച കസ്റ്റഡി അപേക്ഷ ആലത്തൂർ കോടതിയിൽ നൽകും. തിങ്കളാഴ്ചയോടുകൂടി ഇയാളെ കസ്റ്റഡിയിൽ കിട്ടുമെന്നാണ് പോലീസ് കരുതുന്നത്. എന്തായാലും അത് രാവിലെ ഇന്ന് SP നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്, കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ട്, ഇയാളുടെ ഡയറിയും മറ്റുമുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിക്കണം
പരിശോധിക്കണം എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം വസ്തുതയാണ്, ഇയാളുടെ ഭാര്യ വിലാസിനി, അതോടൊപ്പം തന്നെ അയൽവാസിയായ പുഷ്പ, ഇയാളുടെ മരുമകൻ എന്നിവരെയെല്ലാം ഇയാൾ വധഭീഷണി മുഴക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് അക്കാര്യമെല്ലാം ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. അതെല്ലാം വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരൂ. അത് കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമായിരിക്കും ആ ഘട്ടത്തിലേക്ക്, അന്വേഷണത്തിലേക്ക് കടക്കുക. പ്രസാദ് ഉടുമ്പശ്ശേരി പാലക്കാട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചു.